അടിച്ചൊന്ന് മിന്നാന്ന് കരുതിയിട്ട് എത്ര അടിച്ചിട്ട് മിന്നുന്നല്ലോ. സാധനമാണ് തീർന്നും പോയി. എടി ശാന്തേ, എടി നീ ആ പാട്ട നല്ല വേലായുധേട്ടാ, എന്താ ഈ കാണണേ? നീ എന്തിനാ നീ ആവശ്യമില്ലാത്തടത്ത് നോക്കണം? ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ആ കേളപ്പൻ ചേട്ടനും ചേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നീ അങ്ങനെ വെച്ചേ? പിന്നെ അങ്ങേരുടെ മുമ്പിൽ ഒരു മടൽ കുത്തി വെച്ചേക്കുന്നു. അത് ഞാനും പുള്ളിയോട് കൂടി വെള്ളം അടിച്ചിട്ടേ പുള്ളി ബാക്കിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ബാക്കിൽ നിന്ന് ഒരു സ്റ്റേ കൊടുത്തതാ. സ്റ്റേ അങ്ങനെ എന്റെ വേലായുധേട്ടാ, എന്ത് വെള്ളടിയത്! 24 മണിക്കൂർ ഇങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിലേ കരള് പോകും. പോകും. എന്റെ കരള് നീയല്ലേ? എന്റെ കരള് നീയല്ലേ? ഈ കരള് വെല്ലോന്റെ ഒപ്പം പോകുന്നാ ഞാൻ പറഞ്ഞത്. നീ വെല്ലോന്റെ ഒപ്പം പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ പോയി കഴിഞ്ഞാൽ നിന്റെ ചുറ്റിനും ഞാനിങ്ങനെ മടൽ വെച്ച് കുത്തി വെക്കും. നിന്നെ ഞാൻ ചലിക്കാൻ സമ്മതിക്കില്ല. നാല് കാലല്ലേ ഏതുവരെ? 4 കാലം, ഇത് 3 കാലേ ഉള്ളൂ. എന്റെ പൊന്നെ, നിങ്ങൾ ഏത് നേരം മുള്ളംകുലിപ്പുഴയിൽ മുങ്ങി നടക്കണല്ലേ? ഇച്ചിരി സോപ്പ് തേച്ചൊന്ന് കുളിക്കാൻ പാടില്ലേ? ഇത് എന്നാ വർത്താനാടി പറയണേ? ഈ മുള്ളംകൊല്ലി പുഴ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? എന്റെ അമ്മച്ചിയാ. ഞാൻ അതിന്റെ നടക്കുന്ന സോപ്പ് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മച്ചിയുടെ കണ്ണ് നീറൂലേ? നീ ആള് കൊള്ളാം. നീ എന്റെ ഭാര്യ ആവണേക്ക് മുമ്പേ എന്റെ അമ്മയുടെ കണ്ണീര് കാണണമെന്നല്ല നിന്റെ ആഗ്രഹം. മടല് വെച്ച് ഞാനൊരു പെരുകുന്നാണല്ലോ. അല്ലെങ്കിൽ എനിക്കറിയാം എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്ന്. ആ സൈസ് വർത്തം നീ പറയരുത്. ശാന്തേ, നീ ആ സൈസ് വർത്തം പറയരുത്. എന്നോട് ഒരു സ്നേഹവും ഇല്ല. സ്നേഹമുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? ദേ ഇവിടെ എന്താന്നറിയോ? ഇവിടെ വീടിയും തീപ്പെട്ടി. അയ്യോ, ഇവള് മാട്ട കൗണ്ടർ അടിച്ച് ഈ പരിപാടി പൊളിക്കുമല്ലോ എൻ്റെ ദൈവമേ. എന്നാ പോട്ടെ, സയറ് മാറി പിടിക്കാം. ഈ സൈഡിൽ ഇവിടെ എന്താ നിനക്കറിയോ? ഡും ഡും എന്നുള്ള ഒച്ച. പക്ഷെ ഡും ഡും എന്നുള്ള ഒച്ചല്ല. നീ ഇത് കേട്ടേന്ന് തോന്നേ. ഞാൻ വരില്ല. പിണക്കോ? കേട്ടോ, അതെന്നാന്നറിയാമോ? എന്താ? AR റഹ്മാന്റെ ഗാനമേളക്ക് ശിവമണിയുടെ ഡ്രമ്മടിയുടെ ശബ്ദമല്ല അത്. അതെൻ്റെ ഹാർട്ട് അടിക്കണ ഒച്ച. അത് ആ അടിക്കണ ഓരോ ഒച്ചയിലും എൻ്റെ ചാന്ത അങ്ങനെയുള്ള നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറയാൻ നിനക്ക് അങ്ങനെ തോന്നിയേ? ഇനി ഞാൻ കാണിച്ചു അമ്മച്ചിയിൽ മുക്ക് ഞാൻ കൊല്ലും കേട്ടോ. പുഴ എൻ്റെ അമ്മച്ചിയല്ല, പുഴയിൽ മുക്കുന്നതിനെ ഞാൻ കൊല്ലും. കറങ്ങി പൂസായിട്ട് അവനെ വീണ്ടും കറങ്ങുവാണ്. വേലായുധേട്ടൻ ഇങ്ങനെ ഏത് നേരവും പാമ്പായിട്ട് നടന്നിട്ടില്ലേ? കഴിഞ്ഞ ദിവസം പാമ്പ് കൊത്തിയത്. എടി ഞാനത് പാമ്പായിട്ട് നടന്നോണ്ട് കൊത്തിയതല്ല. പിന്നെ ഞാൻ എൻ്റെ പേർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ പേർക്ക് ഞാൻ ഷാപ്പിൽ പോയി വെള്ളം അടിക്കാൻ അന്തി അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അന്തി അടിച്ച ശേഷം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മടലാന്നും പറഞ്ഞ് എടുത്തത് രാജബമ്പാലേനെ. ഇത് ഇങ്ങനെ നിൽക്കുക. ഞാൻ രാജബമ്പാലനെ പിടിച്ചപ്പോഴത്തേക്ക് നാട്ടുകാർ പറഞ്ഞു, ഇതേ വാവാ സുരേഷ് വന്നടാന്ന്. വാവാ സുരേഷ് എന്ന് കേട്ടപ്പോഴത്തേക്ക് ഈ രാജബമ്പാല ഇങ്ങനെ കഴുത്തൊട്ട് തിരിക്കല് ചേട്ടന്റെ മുഖത്തേക്ക്, എന്റെ മുഖത്തേക്ക് ഒരൊറ്റ തിരിക്കല്. ഞാൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കണ സമയത്ത് സ്ഥാനാർത്ഥി കൈ കാണിച്ചിട്ടുള്ള ഒറ്റ കൊത്ത എൻ്റെ തലക്കെട്ട് കൊത്തി. ഞാൻ തല വെട്ടിക്കലും ഈ വിഗിനകത്ത് പല്ലടക്കിയിട്ട് ഈ വിഗ് ഊരിപ്പോയി. ഞാൻ എങ്ങനെയോ ചാടിപ്പടഞ്ഞ് രക്ഷപ്പെട്ട്. ഞാൻ നോക്കുമ്പോൾ വിഗ് വെച്ച രാജാസാഹിബ് പോണാരി രാജബമ്പാല എങ്ങനെ പോവുക. രാജാസാഹിബിന്റെ ഫിഗർ പിടിച്ചിട്ട് അവിടെ ചെന്ന് കുറച്ചപ്പോൾ അങ്ങനെ കാണിച്ച് എന്നാ അറിയാമോ? മൻസൂർ അലിഖാൻ എടുത്താന്നത്. സത്യത്തിൽ അങ്ങനെ, അല്ലാതെ എന്നെ പാമ്പ് കൊത്തിയതല്ല അത്. ഇത്രയും തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്കൊരു റീൽ ചെയ്താലോ? വെള്ളമടിച്ച് റിലേ പോയി നിൽക്കണ എൻ്റെ അടുത്ത് തന്നെ നീ ഇത് പറയണ റീല്. അല്ലാത്ത സമയത്ത് ഞാൻ മൂടായിട്ട് നിൽക്കണ സമയത്ത് നിനക്ക് റീല് വേണ്ട. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കത്തില്ലേ, തമാശക്കുള്ള വീഡിയോസ് ഒക്കെ, അതിനാ റീൽ എന്ന് പറയുന്നത്. ഓ, ഞാനോടത്ത് ചേട്ടൻ ഇൻസ്റ്റഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമൊന്നുമില്ല. എൻ്റെ കയ്യിൽ 1 ഗ്രാമിൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഞാൻ ഇനി മദ്യം എടുക്കാനായിട്ട് വെള്ളത്തിൽ ഊള ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു മീൻ ചപ്പിക്കൊണ്ട് പോയത്. എന്താ ഇൻസ്റ്റഗ്രാം അറിയാമോ? എന്താണ് ഇൻസ്റ്റാഗ്രാം? അതിനകത്ത് ലൈക്ക് അടിക്കാം, ഷെയർ അടിക്കാം, കമന്റ് അടിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എനിക്കറിയാം. ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാരും നിന്റെ പുറകെ ലൈക്ക് അടിക്കാനും ലൈൻ അടിക്കാനൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. നിനക്കപ്പം വേറെ അതിനോടുള്ള അഭിഹിതബന്ധമുണ്ടോ? സത്യം പറഞ്ഞ എനിക്ക് എന്റെ വേലായുധേട്ടൻ മാത്രല്ലേ ഉള്ളൂ. എന്റെ വേലായുധേട്ടൻ എന്റെ പൊന്നല്ലേ. അതെ, ഈ ഇൻസ്റ്റഗ്രാമില് എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. 5 ലക്ഷം ഫോളോവേഴ്സോ? അത് 5 ലക്ഷം പേര് നിന്നെ ഫോളോ ചെയ്യുന്നു? അതെ. നീ എന്നാ പേരിട്ടങ്ങനെ? കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ല 10 അല്ല 15 അല്ല, ഇനിയും നിനക്ക് വരും പുറകെ.
നീ കേസ് കെട്ടുന്നങ്ങടെ ഇട്ടായിരുന്നല്ലോ ഇടുന്ന അപ്പം തന്നെ 10 ലക്ഷം ഒറ്റ കയറപ്പിൽ അടിച്ചാൽ പോവിടുന്ന്. കേസ് കെട്ടുന്നല്ല, KS കുന്നുമ്മേൽ ശാന്ത. ആ KS. പക്ഷെ ഞാൻ നിന്നെ തെറ്റിച്ചരിച്ചു പോളെ. ഞാൻ എൻ്റെ ഒരു ബലഹീനത അതെ വന്നുണ്ട്. പിന്നെ ഈ പുള്ളി ഈ പുള്ളിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെങ്ങിന്റെ മുകളിലെ പ്ലാവിന്റെ മുകളിലെ മലമുകളിലല്ല നിൽക്കണേ, നിങ്ങളുടെ തൊട്ടടുത്താണ്. എന്താ ഈ ബഡ്സ്? അല്ല ഈ ബഡ്സ് ഈ മൂക്കിനകത്തിട്ടാലേ എനിക്ക് മത്സാറിന്റെ ഫിഗർ കിട്ടത്തുള്ളൂ. ഫിഗർ പോണേക്കുമ്പോ വേഗം ഡയലോഗ് പറഞ്ഞോ. ഇവളെ വീട്ടിലെ കിടപ്പ് നീ നിർത്തണം. ഈ പുള്ളി എപ്പം വന്നാലും ഒന്നല്ലെങ്കിൽ തേങ്ങ മോട്ടിച്ചു അല്ലെങ്കിൽ ശാന്തയുടെ വീട്ടിലുള്ള കിടപ്പ് നിർത്തണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ല ഞാൻ ഇവരുടെ വീട്ടിലെ കിടപ്പ് നിർത്തൂല. പിന്നെ എന്തിനാ എന്നോട് എപ്പോഴും ചോദിക്കണേ? ഇതേ ഫിഗർ പോയി. അപ്പൊ നീ നിർത്തില്ലടാ? ഇല്ല ഞാൻ നിർത്തില്ല. നിന്റെ അടുത്തൊക്കെ ദൈവം ചോദിക്കൂടാ. എനിക്ക് വയ്യ കറക്റ്റ് കുഴുന്നകത്തെ കൂത്താൻ. ഈ പുള്ളിക്ക് എന്നാ ഉന്ന പണ്ട് മാത്തേലെറിഞ്ഞ് ഉന്ന മൊത്തം പഠിച്ചു വെച്ചാൽ എൻ്റെ കാലയില എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു നിമിഷം കാണാതിരുന്നു. അയ്യോ ദേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊന്നും അല്ല, അടുത്തുള്ള ഹോസ്പിറ്റലിലെ നേഴ്സാ. അല്ല നിങ്ങളെന്താ ഈ മാസ്ക് വെക്കാത്തത്? അത് ശരി, നിങ്ങൾ മാസ്ക് എടുത്ത് തലയിൽ വെച്ചിട്ട് ഞങ്ങളോട് മാസ്ക് വെക്കാത്തത് എന്താണെന്നോ? അത് നല്ലൊരു ചൈതന്യമായി പോകും. നിങ്ങൾ മാസ്ക് വെച്ചിട്ടില്ലല്ലോ. എന്റെ ലിപ്സ്റ്റിക് പോകും, അതുകൊണ്ട് മാസ്ക് വെക്കാത്ത. അല്ല നിങ്ങളെന്താ ഈ വഴിക്ക്? അതോ ഈ നമ്മുടെ പരിസരത്തുള്ള ആർക്കും ഒരാൾക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആന്റിജൻ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവിടെ ആർക്കും പോസിറ്റീവ് ഇല്ല, ഇവിടെ ഉള്ളതെല്ലാം നെഗറ്റീവാ. അല്ല ലിസ്റ്റ് തന്നതിൽ ഒരാള് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അത് ടെസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നത്. ടെസ്റ്റ് ചെയ്യാത്തത് ഞങ്ങളെല്ലാരും ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ. ഇതൊരു പ്രശ്നമാട്ടോ, ഭയങ്കര ഗവൺമെന്റ് ഇത്ര സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നു. പോയി വെറുതെ ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അവർക്ക് പോയി ഇഞ്ചക്ഷൻ എടുത്താൽ എന്താ കുഴപ്പം? അല്ല ആൾക്ക് പേടിയായോണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാത്ത, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ചാട്ടൊക്കെ അടിക്കണം. അത് തന്നെ തല്ലി കൊല്ലുക വേണ്ടത്. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇതിനൊക്കെ ലോക്കൽ സ്ക്രീനൊക്കെ അടിപ്പിക്കാം. തല്ലാൻ പറ്റുമോ? എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 എണ്ണം ഞാൻ കൊടുക്കും. ടെസ്റ്റ് ചെയ്യാത്തത് അത് വേറെ ആരും അല്ല, ചേച്ചിയുടെ അടുത്തേക്ക് ആളെ എന്നെ ടെസ്റ്റ് ചെയ്യാത്തത്. ചേട്ടന് പേടിയോ? ഈ മുള്ളംകലിയെ വിറപ്പിച്ചു നിർത്തുന്ന കില്ലാടിയായി നിൽക്കുന്നത്. എന്റെ പേര് ധൈര്യശാലി എന്നല്ല, മുള്ളംകൊല്ലി വേല എന്ന്. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, ചെറിയതായിട്ടൊക്കെ പേടിയോ? ഇതിപ്പോ നാട്ടുകാരൊക്കെ മൊത്തം അറിയുമല്ലോ. നാട്ടുകാരങ്ങനെ അറിയണേ? ഞാൻ നിന്നോട് മാത്രമല്ലേ പറഞ്ഞോളൂ. ഞാൻ അറിഞ്ഞില്ലേ? അപ്പൊ നാട്ടുകാരൊക്കെ അറിയില്ലേ? നീ നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ മടക്കല വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും ഞാൻ. ഇല്ല ഞാൻ അനുവദിക്കില്ലേ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ചേട്ടാ ഒന്ന് ഇരുന്ന് തരും എനിക്ക്. ആരെ? ഒന്ന് ഇരിക്കും ഇവിടെ, ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന്. അതെ ഇത് ടെസ്റ്റ് ചെയ്യണം, ചെയ്യണം നിർബന്ധം. അല്ലെങ്കിൽ സമ്പർക്കം കൊണ്ട് ഒരാൾക്കുണ്ടെങ്കിൽ ഒരാൾക്ക്. അതെ ചേച്ചി ചേട്ടന്റെ കൂടെയാണോ ഉള്ളത്? ചേച്ചി ടെസ്റ്റ് ചെയ്തതാണോ? ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ശരി ചേട്ടാ. ചേച്ചി കുഴപ്പമില്ല, എനിക്ക് ഞാൻ ചേച്ചിയുടെ കൂടെയാണല്ലോ. അപ്പൊ പുള്ളിക്കാരത്തേക്ക് എനിക്ക് കുഴപ്പം ഉണ്ടാവണമെങ്കിൽ ചേച്ചി കുഴപ്പമുണ്ടാവും. അപ്പൊ ചേച്ചി കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടാവുമല്ലോ. ചേച്ചിക്ക് കുഴപ്പം, ചേച്ചിക്കല്ല എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഞാനുള്ള സമ്പർക്കമാണല്ലോ. അപ്പൊ ഇവക്ക് ഉണ്ടാവണല്ലോ. അപ്പൊ ഇവക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കില്ലല്ലോ. അല്ല അത് കഴിഞ്ഞാൽ ചേട്ടന് കിട്ടിയിട്ടുണ്ടെങ്കിലോ? അത് കഴിഞ്ഞിട്ട് അങ്ങനെ കിട്ടാൻ സാധ്യത എന്താണെങ്കിലും അങ്ങ് ഇരിക്കേ. അതാണ് ഒന്ന് ഇരിക്കും, ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. ഒന്ന് ഇരിക്കല്ലേ ചേട്ടാ, കേറി ഇരിക്കല്ലേ, കൊള്ളും. അല്ല എന്നെ അങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. എന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇതൊന്ന് ഒരു ചെറിയ സംഭവം. വേനെടുക്കൂലേ? വേനെടുക്കുമോ? വേദന ഒന്നും എടുക്കത്തില്ല. ഉറുമ്പ് കടിക്കണ ഒരു ചെറിയ വേദന, കുഞ്ഞിക്കാട്ടി. അതായത് ഒരു വലിയ തലയുള്ള ഒരു സൈസ് ഉറുമ്പുണ്ട്, അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കും അതിന്റെ വേന. വിരൽ വീർത്തിരിക്കും. അതുപോലത്തെ ഉറുമ്പ് കടിക്കണം. കട്ടുറുമ്പല്ലേ ഇത് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ. കണ്ട ചെറിയ സംഭവം. മൂക്കിലോട്ട് കയറ്റി മാങ്ങ പറിക്കണ തോട്ടിയോ? ചേട്ടൻ ഇതൊരു തോട്ടിയെ പോലെ തോന്നിയോ? ഇത് തോട്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും വലിയ സാധനമൊക്കെ മൂക്കിനകത്ത് അടിച്ചു കയറ്റി കഴിഞ്ഞാൽ എന്റെ സ്വനപാടകത്തിന്റെ ദ്വാരം വരില്ലേ? ചേച്ചി ഈ കൈ ഒന്ന് പിടിച്ചാണ് ചേച്ചി. കൈ കൊടുക്ക്. എന്നെ ഞാൻ ഭയങ്കര ഞാൻ ഒന്നും മിണ്ടായിരിക്കും പ്ലീസ്. എടാ ഇനി തല പതിയെ മുകളിലോട്ട്. മൂക്കിലാണ് ഇടാൻ പോണത്. മുക്ക് നന്നായിട്ട് തുറച്ചേടാ, തുറ അവിടെ
ചേട്ടാ തുറ മൂക്ക്, ഞാൻ ഇതൊന്ന് കേട്ടിട്ട്. ചേട്ടാ ആ മൂക്കൊന്ന് തുറന്നേ. നിങ്ങളിത് പന്നീനെ ഇറക്കാൻ പോണവര് നിങ്ങളിങ്ങനെ മേത്ത് കയറിയിരുന്ന ഞാൻ ചലിക്കാൻ പറ്റില്ല. അല്ല അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ കാലം മാറ്റാൻ ഞാൻ. അനങ്ങാതിരിക്കോ? ചേട്ടാ ഇത് പിടിച്ചില്ല. ചേട്ടാ പതിയെ മൂക്ക് പറ. ഒരു മിനിറ്റ്, എന്റെ ഫോൺ അടിക്കുന്നു. നിന്നെ ഞാൻ അടിക്കും, പെട്ടെന്ന് എടുക്ക. ഇല്ല അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. അത് കറക്റ്റ് നോക്കിയിട്ട്. ഹലോ ഹലോ, ആടി ആടിയോ? ആരുടെ ആടിയത്? ഒന്ന് മിണ്ടായിരിക്കും, ഒരു എന്റെ ഫ്രണ്ടാ, കൂട്ടുകാരിയാ. ഹലോ പറയടി, പറ. ആണോ? ഓഫർ ഉണ്ടോടി സാരിക്ക്? നല്ല കളർ വല്ലതും ഉണ്ടോ? നല്ല കളർ ഇപ്പൊ വരും. എന്റെ ചേട്ടൻ ഒന്ന് മിണ്ടായിരിക്കും, ഒരു മിനിറ്റ്. ഇപ്പൊ ഞാൻ ഈ കോൾ അറ്റൻഡ് ചേച്ചി ഒന്ന് നോക്കില്ല പ്ലീസ്. ആടി ആടി നേഴ്സസ് ഡേ വരുന്നുണ്ടീ. നമുക്ക് ഒരുമിച്ച് ഒരേ കളർ സാരി ഉടുക്കാം. നല്ല ഭംഗിയായിരിക്കും. സ്റ്റോൺ വെച്ചിട്ടുള്ള സാരിയുടെ കൊണ്ട് നോക്കണി. ആണോ ചേച്ചിക്ക് ഇഷ്ടമാണോ സ്റ്റോൺ വെച്ചുള്ള സാരി? അയ്യോ നല്ലതാ, നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. വേണോ ചേച്ചിക്ക്? എന്താ നല്ല ഓഫർ ഒക്കെ തരുമോ? ഓഫർ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കോളേജിൽ നിന്ന് പോയി എടുക്കുന്ന സൂപ്പർ ഓഫർ ആണ്. ചേച്ചി വേണോ? ആ കോളേജിൽ പിള്ളേർക്കുള്ള ഓഫർ കിട്ടുമോ? ഓഫർ ഉണ്ട് ചേച്ചിക്ക്. ഞാൻ അതിന്റെ ഇതിൽ ഞാൻ എടുത്തുതരാം. നല്ല കളർ നോക്കി ഓർഡർ ചെയ്തു എടുത്തരട്ടെ. എടി ഇവിടെ ഞാനേ ഒരു വീട്ടിൽ ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ ഒന്ന് മിണ്ടായി. ആ ചേച്ചിക്ക് സാരി വേണമെന്നടി. അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ എടുക്ക്. ചേച്ചി ഓഫർ ഉള്ളത് തരാൻ പറയണേ. ഓഫർ മതി. എടാ പിന്നെ ആ ചേച്ചിക്ക് ഓഫറിന്റെ സാരികളുണ്ടെങ്കിൽ മതി. വലിയ വില കൂടിയൊന്നും വേണ്ടടി. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സാരി മതി. അതെ അതെ, നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയി. ബ്രൈറ്റ് ഏതൊക്കെ കളർ വേണം? പച്ച, പച്ച, കറുപ്പ് എന്താണെങ്കിലും. കറുപ്പ് 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 പച്ച. ആ കളർ എനിക്ക് ഇഷ്ടമല്ല. നല്ല ബ്രൈറ്റ് പച്ച. ആടി നല്ല സാരികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കേട്ടോ. ശരി ശരി ശരി, ഞാൻ വിളിക്കാം. മൂക്കിനകത്ത് തീപ്പിടിക്കൊള്ളി കയറിപ്പം. ഞാൻ ചേട്ടാ ഒന്ന് മിണ്ടായിരുന്നൂടെ ചേച്ചി? ഇതിനകത്തൊന്ന് കയറ്റി ചേച്ചി. മോളുടെ നമ്പർ തന്നിട്ട് പോണേ. ഞാൻ തരാം ചേച്ചിക്ക്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. സൂപ്പറാ. ഞാൻ അവിടെ എന്നും ഞാനാ പോയി എടുക്കുന്ന അവിടെ കടയിൽ. എന്റെ കുറെ കൂട്ടുകാരികൾക്ക് ഞാൻ അവിടെ കട പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് ആണോ വിത്തൗട്ട് ബ്ലൗസ് ആണോ? വിത്ത് ബ്ലൗസ്. ആ ബ്ലൗസ് കുഴിച്ചിട്ട് ഞാൻ മുളയ്ക്കാം. നീ മാറി പോടി അവിടുന്ന്. ഈ സാധനം കൊണ്ടുപോകണ്ടോ നിന്നെ? ഇത് ചേട്ടാ അത് കളയില്ല, അത് ആവശ്യമുള്ള സാധനം. അയ്യോ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റി. അയ്യോ എന്റെ ക്യാപ്പ് പോയി. ആ ക്യാപ്പ് ഒന്ന് വിട്ടതേ. നില്ലേ? അപ്പൊ ശരി ചേച്ചി. ചേച്ചി നമ്പർ ഞാൻ ചേച്ചിക്ക് തന്നേക്കാം. ഓക്കെ, ഇനി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ചേച്ചിയെ വിളിച്ചേക്കാം. ചേട്ടാ ഞാൻ ഇത് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ശരി എല്ലാവർക്കും. ശരി മോളെ. അയ്യോ ഞൊട്ടോടിയുന്നില്ല. എന്റെ കയ്യിലേക്ക് എല്ലാം ഞൊട്ടോടിയും. എല്ലാം ഞൊട്ടോടിയുന്നു. എന്റെ ശാന്തേ, എന്റെ ഒരു ആയുസിലെ വിജയം എന്താണെന്നറിയാമോ? എന്താ? നിന്നെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഇണേനെ കിട്ടിയതാണ് എന്റെ ഈ ജന്മത്തിന്റെ സാഫല്യം എന്ന് പറയുന്നത്. നീ എന്നെ വിട്ടു പോകരുത്. നിന്ന് ശരണം വിളിക്കാതെ കാര്യം എന്നാ പറയാ ഇവിടെ വന്നു. ചതിച്ചടാ മോനെ, ചതിച്ചു. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ അതല്ല, ഇന്നാള് ശാന്തയുടെ ടെസ്റ്റ് ചെയ്തില്ലേ പോയി കൊറോണ. ഇവളുടെ റിസൾട്ട് വന്നു. ഇവക്ക് കൊറോണ പോസിറ്റീവ് ആടാ. നീ എന്താ മുണ്ടുപൊക്കി കാണിക്കണേ? മുണ്ടുപൊക്കി കാണിക്കാലോ, മാസ്ക് ഇട്ടതാ. മാസ്ക് എനിക്ക് പോസിറ്റീവാ. അപ്പം എനിക്കോ? എടാ നീ പേടിക്കണ്ട, നിനക്ക് നെഗറ്റീവാ. ഇവക്ക് പോസിറ്റീവ്, എനിക്ക് നെഗറ്റീവോ? എന്തായാലും ധൈര്യത്തിൽ ഇരിക്കട്ടെ. എനിക്കും എന്റെ റിസൾട്ടും വന്നു. എനിക്ക് പോസിറ്റീവ് ആണ്. അതെങ്ങനെ? ഡെയിലി ഇവക്കടെ കൂടെ കിടക്കണേ എനിക്ക് നെഗറ്റീവും നിങ്ങൾക്ക് പോസിറ്റീവും. അതെങ്ങനെ സംഭവിച്ചടി? എത്ര ഗോളി ഉണ്ടെങ്കിലും നല്ലൊരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കും ചേട്ടാ. എടാ പ്ലെയറേ,